ബേക്കിംഗ് ഫ്രീ ബേക്കിംഗ് കോഴ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മുടെ ദി ആർട്ട് ഓഫ് ബേക്കിങ്ങിൻ്റെ 5ാമത്തെ എപ്പിസോഡാണിത്. ഈ കഴിഞ്ഞ 4 എപ്പിസോഡും നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കൊടുത്തിരിക്കുക, കാണുക. അപ്പോൾ നമ്മൾ ഈ ഒരു ബേക്കിംഗ് ക്ലാസ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ പഠിക്കുന്നുള്ളൂ. ആദ്യം തന്നെ നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്ക് തന്നെ റെഡിയാക്കി എടുക്കാം. ഈ ഒരു കേക്ക് ഞാൻ ഓവനിലല്ല ബേക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇലക്ട്രിക് ബീറ്ററോ ഒന്നും ഇല്ലാതെ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു കേക്ക് തന്നെയാണിത്. അപ്പോൾ ഓവൻ ഉള്ളവർ വിഷമിക്കേണ്ട, അടുത്ത റെസിപ്പി ഓവനിലും ഓവൻ ഇല്ലാതെയും തന്നെ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള റെസിപ്പികൾ മാത്രമേ ഞാൻ മുന്നോട്ട് ഇടുകയുള്ളൂ. ആദ്യം തന്നെ നമുക്ക് ഈസി ആയിട്ടുള്ളൊരു കേക്ക് തന്നെ പഠിച്ചെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു ചെറിയ ബൗളാണ്. അപ്പോൾ കപ്പളവില്ലാത്തവർ തീർച്ചയായും ഇതുപോലുള്ള ഒരു ചെറിയ ബൗൾ തന്നെ എടുക്കുക. പിന്നെ നമ്മൾ മൈദ മാവ് അളന്നെടുക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് ഈ ബൗളിലേക്ക് ഇടുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വീട്ടിലുള്ള സാധാരണ ഇതുപോലുള്ള ഒരു കൊച്ചു ബൗൾ എടുക്കുക. ഈ ബൗളിൽ തന്നെ ആയിരിക്കണം എല്ലാം അളന്നെടുക്കേണ്ടത്. ഇനി നമുക്ക് ഈ മൈദ മാവ് ഇതിൻ്റെ മുകളിൽ നിന്നും ഇതുപോലെ ഒന്ന് മാറ്റി കൊടുക്കണം. ഇതുപോലെ ഒന്ന് ആ മുകൾ ഭാഗം മൊത്തം ഒന്ന് മാറ്റി കൊടുക്കുക. ഇതാണ് കപ്പളവ് എന്ന് പറയുന്നത്. ഇങ്ങനെ തന്നെ നിങ്ങൾ അളന്നെടുത്താലേ ഈ കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയുള്ള റെസിപ്പികളിൽ ഞാനിത് കാണിക്കില്ല. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മാവ് അളന്നെടുക്കേണ്ടത്. കപ്പളവ് ഉള്ളവരും ഇതുപോലെ തന്നെ കപ്പിൽ അളന്നെടുക്കുക. ഇനി ഞാൻ അതേ കപ്പിൽ 1 കപ്പ് പഞ്ചസാര പൊടിച്ചതും എടുത്തിട്ടുണ്ട്. അതേ കപ്പിൽ 1/4 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഏതെങ്കിലും റിഫൈനഡ് ഓയിലാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഇനി ഞാനിവിടെ ഉപയോഗിക്കുന്നത് വാനില എസൻസ് അല്ല, പകരം പൈനാപ്പിൾ എസൻസ് ആണ്. ഇത് നമുക്ക് സാധാരണ അടുത്തുള്ള എല്ലാ കടകളിലും കിട്ടും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയ്ക്ക് മുമ്പേ പറഞ്ഞിരുന്നു, നമ്മുടെ വീട്ടിലുള്ള സാധനം മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ കേക്ക്. ഇനി സോഡാപ്പൊടി, ഇതും എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒന്നാണ്. പിന്നെ മുട്ട, 3 മുട്ടയാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമുക്ക് ഈ ഒരു റെസിപ്പി റെഡിയാക്കാൻ വേണ്ടിയിട്ട്. കൂടാതെ നമ്മൾ ഈ റെസിപ്പി റെഡിയാക്കുന്നത് ഈ മിക്സിയുടെ ജാറിലാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ജാറ് നല്ല ഡ്രൈ ആയിരിക്കണം. ഒരംശം നനവ് ഉണ്ടെങ്കിൽ പോലും ഈ കേക്ക് റെഡിയാകില്ല. നിങ്ങൾ ഇത് ഡ്രൈ അല്ല എന്നുണ്ടെങ്കിൽ വെയിലത്തൊക്കെ വെച്ച് ഉണങ്ങി കംപ്ലീറ്റ് ആയിട്ട് ഒരംശം പോലും വെള്ളം ഇല്ലാതെ വേണം ഈ ഒരു ജാറ് എടുക്കാൻ വേണ്ടിയിട്ട്. നല്ല വെയിലത്ത് വെച്ച് ഉണക്കിയ ജാറാണിത്. ഇതിലേക്ക് നമുക്ക് ഈ 3 മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കാം. ചിലവർ പറയാറുണ്ട് മുട്ടയുടെ മണം വരുന്നുണ്ട് ഈ കേക്ക് റെഡിയാക്കുമ്പോൾ. അങ്ങനെ വിഷമിക്കുന്ന കൂട്ടുകാർക്ക് ഒരു ടിപ്പ് കൂടി ഞാൻ പറഞ്ഞു തരാം. നമ്മൾ മുട്ട ബീറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ മുട്ടയുടെ അരിവത്ത് ഒരു വെള്ള കട്ടി പോലെ മുട്ടയുടെ മഞ്ഞയുടെ അരിവത്ത് കാണും, അത് മാറ്റുക. ഞാൻ 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നല്ല പോലെ 2 മിനിറ്റ് ഹൈ സ്പീഡിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇത് പതപ്പിച്ചെടുക്കാം. ഇനി നമ്മളിത് ഈ ഒരു സ്റ്റെപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ആരും അടിച്ച് കളയാതെ വേണം ഈ വീഡിയോ കാണാൻ. ഇനി അടുത്ത സ്റ്റെപ്പ് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതാണ്. ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ച 1/4 കപ്പ് ഓയിലിൽ നിന്നും കുറച്ച് പകുതി ഭാഗം ഒഴിച്ചു കൊടുക്കാം. ഈ പകുതി നമുക്ക് പിന്നെ ചേർക്കാം. ആദ്യം നമുക്ക് ഈ ഒഴിച്ച പകുതി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നിർത്തി വേണം അടിച്ചെടുക്കാൻ. അതായത് പൾസ് ബട്ടൺ ഉപയോഗിക്കുക. ചില മിക്സിയിൽ മഞ്ഞ കളറിലായിരിക്കും ഈ ഒരു ബട്ടൺ കാണുക. ചില മിക്സിയിൽ റിവേഴ്സ് അടിച്ചാൽ മതി. അതിനാണ് ഈ പൾസ് ബട്ടൺ എന്ന് പറയുന്നത്. ഞാൻ വ്യക്തമായിട്ട് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടാണ് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ തന്നെ പറ്റുന്നുണ്ടാവും. നിർത്തുക, വീണ്ടും ഓണാക്കുക, അങ്ങനെ തുടർന്ന് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒരു 2 മിനിറ്റോളം ഇത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ബാക്കി ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കുക. അപ്പം ഞാൻ ഇനി ക്ലിയർ ആയിട്ട് ഒന്ന് കാണിച്ചു തരാം. ഞാൻ മിക്സിയുടെ ബട്ടൺ ഒന്ന് കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ചെയ്തുകൊണ്ടിരിക്കുക. ഇത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്നത്. ഈ റിവേഴ്സിലോട്ട് ആക്കുന്നതാണ് നമ്മളിപ്പോൾ ഉപയോഗിക്കേണ്ടത്. റിവേഴ്സ് ഇപ്പോൾ ശ്രദ്ധിക്കുക. കണ്ടോ,
ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്നാൽ മതി. നല്ല പതഞ്ഞ് കിട്ടും നമ്മുടെ ഈ ഒരു മുട്ടയും ആ ഒരു ഓയിലിൻ്റെയും മിശ്രിതം നന്നായിട്ട് നമുക്ക് പതഞ്ഞ് കിട്ടും ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ. ഇതുപോലെ കുറേ നേരം ചെയ്തുകൊണ്ടിരിക്കുക. 1-2 മിനിറ്റ് നമുക്ക് ഇതുപോലെ ചെയ്ത് ഇത് നന്നായിട്ടൊന്ന് അടിച്ച് പതപ്പിച്ച് എടുക്കണം. കണ്ടോ, ശരിക്കും ഇതിപ്പോൾ നന്നായിട്ട് പതഞ്ഞ് വന്നിട്ടുണ്ട്. നോർമലി നമ്മൾ മിക്സിയിൽ അടിക്കുന്നതിനെക്കാട്ടിലും ആ ഓയിലും നമ്മുടെ മുട്ടയും നല്ല പോലെ പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇത് നമുക്ക് ഒരു ക്ലീൻ ആയിട്ടുള്ളൊരു ബൗളിൽ ഒഴിക്കുക. ഈ ബൗള് ഞാൻ പറഞ്ഞതുപോലെ ഒട്ടും നനവൊന്നും കാണരുത്. നല്ല ഡ്രൈ ആയിട്ടുള്ള ബൗള് തന്നെ എടുക്കുക. എല്ലാം ഒരംശം പോലും വെള്ളം ഒന്നിലും നമ്മൾ എടുക്കുന്നതിൽ കാണരുത്. ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒന്ന് കാണിച്ചു തരാം. നന്നായിട്ട് പതഞ്ഞ മുട്ടയാണിത്. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് ഇത് കുറേശ്ശെ ചേർത്തിട്ട് ഫോൾഡ് ചെയ്ത് എടുക്കാം. ഫോൾഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇതുപോലെ കറക്കി കറക്കി മെല്ലെ മെല്ലെ യോജിപ്പിച്ച് എടുക്കുക. അതാണ് ഫോൾഡ് ചെയ്യുക എന്ന് പറയുന്നത്. മെല്ലെ മെല്ലെ ഫോൾഡ് ചെയ്ത് എടുക്കുക. ഒരിക്കലും നിങ്ങൾ റിവേഴ്സ് ആയിട്ട് കറക്കരുത്. നിങ്ങൾ ഏത് രീതിയിലാണോ ഇത് മിക്സ് ചെയ്യുന്നത് അതേ രീതി, അതായത് പറയുന്ന ക്ലോക്ക് വൈസ് എന്നാണ് ഇതിൽ പറയുന്നത്. ഒരേ ദിശയിലോട്ട് തന്നെ ഇങ്ങനെ കറക്കി നമുക്കിത് മിക്സ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ മുട്ടയും അതുപോലെ നമ്മുടെ പഞ്ചസാര പൊടിയും നന്നായിട്ട് ഒന്ന് യോജിപ്പിച്ച് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പൈനാപ്പിൾ എസെൻസ്. ഞാൻ 1 ടീസ്പൂൺ പൈനാപ്പിൾ എസെൻസ് ചേർത്തിട്ടുണ്ട്. ഈ പൈനാപ്പിൾ എസെൻസ് ചേർത്തതിന് ശേഷം നന്നായിട്ട് ഈ മുട്ടയുമായിട്ട് മിക്സ് ചെയ്യണം. എന്നാൽ മാത്രമേ മുട്ടയുടെ ആ മണം നമുക്ക് നല്ല പോലെ ഒന്ന് മാറി കിട്ടത്തുള്ളൂ. അപ്പോൾ കുറച്ച് സമയം ഒന്ന് ആ പൈനാപ്പിൾ എസെൻസും അതുപോലെ മുട്ടയുടെ ആ മിശ്രിതവുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ സോഡാപ്പൊടി, നമ്മുടെ സാധാരണ അപ്പക്കാരം തന്നെയാണ് ബേക്കിംഗ് സോഡ, അതിട്ടിട്ട് നമുക്ക് 1 കപ്പ് മൈദ ഒന്ന് അരിച്ചിടണം. ഈ അരിച്ചിടുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക, അരിച്ച് തന്നെ ചേർക്കുക. മൈദ നമ്മൾ ചേർക്കുമ്പോൾ എപ്പോഴും ഏതൊരു കേക്ക് റെസിപ്പിക്കായാലും ബേക്കിങ്ങിനായാലും നമ്മൾ മൈദ അരിച്ച് തന്നെ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് മെല്ലെ മെല്ലെ വേണം ഇതൊന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എല്ലാ മൈദയും ഒന്നിച്ചങ്ങ് ഇതിലേക്ക് തട്ടിക്കൊടുക്കരുത്. കുറേശ്ശെ കുറേശ്ശെ അരിച്ച് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ബാക്കി മാറ്റി വെച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കിയും കൂടി ചേർത്തിട്ട് മെല്ലെ മെല്ലെ വേണം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓവറായിട്ട് മിക്സ് ചെയ്താൽ ഇത് കേക്ക് നന്നായിട്ട് പൊന്തി വരത്തില്ല, അതാണ് കാരണം. അപ്പോൾ ഞാൻ ഇതുപോലെ ബാക്കിയുള്ള എല്ലാ മാവും നന്നായിട്ട് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ലംസ് ഒന്നും ഇല്ലാതെ തന്നെ ഇത് മിക്സ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല, അത്രയും മതിയാകും. അപ്പോൾ ഞാനിവിടെ നമ്മുടെ കേക്ക് ബാറ്റർ നന്നായിട്ട് യോജിപ്പിച്ച് വച്ചിട്ടുണ്ട്. നമ്മുടെ കേക്കിൻ്റെ കൂട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിലുള്ള സാധാരണ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു റെസിപ്പി നമ്മൾ റെഡിയാക്കുന്നത്. അപ്പോൾ തുടക്കക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. ഇനി നമുക്ക് ബേക്കിംഗ് ടിന്നിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ കേക്ക് പെട്ടെന്ന് റീമോൾഡായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യണം കേട്ടോ, ചെയ്യാതിരിക്കരുത്. തീർച്ചയായിട്ടും ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ബാക്കി ഓയിൽ ഉണ്ടെങ്കിൽ മാറ്റുകയും വേണം. ഇനി നമ്മുടെ കേക്കിൻ്റെ കൂട്ട് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഈ കേക്കിൻ്റെ ടിന്ന് തന്നെ വേണമെന്നൊന്നും ഇല്ല. നിങ്ങളുടെ വീട്ടിലുള്ള സാധാരണ ഇപ്പം നമ്മൾ ചായയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് അലൂമിനിയത്തിൻ്റെ ചരുവ് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ ചെറിയ ചെറിയ ചരുവങ്ങൾ നമുക്ക് ഈ കടകളിലൊക്കെ കിട്ടുന്നതാണ്. ഞാൻ ആദ്യമൊക്കെ അങ്ങനെയുള്ള ചരുവം തന്നെയാണ് ഈ ബേക്കിങ്ങിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങൾക്കും ഈ കേക്കിൻ്റെ ടിന്ന് തന്നെ വേണമെന്നൊന്നും ഇല്ല. അലൂമിനിയത്തിൻ്റെ ചെറിയ ചരുവങ്ങൾ മേടിക്കാൻ കിട്ടും, അത് മേടിക്കുക. ഇനി നമുക്ക് ഇഡലി കുട്ടുവത്തിലേക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ഇടുന്നതിന് പ്രത്യേക കണക്കില്ല, എന്നാലും പറയുകയാണെങ്കിൽ 1 കപ്പ് ഉപ്പ് ഇട്ടിട്ട് ഇതുപോലെ എല്ലാ ഭാഗത്തും ഒന്ന് പരത്തി വെക്കുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കുക. ഈ സ്റ്റാൻഡ് എന്തായാലും എല്ലാവരുടെ വീട്ടിലും കാണുന്ന ഒന്ന് തന്നെയാണ്.
ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ കേക്കിൻ്റെ ബാറ്ററിൻ്റെ ആ ഒരു ടിൻ ഇറക്കി വെച്ചിട്ട് ബേക്ക് ചെയ്യണം. പിന്നെ പ്രത്യേകം ഇത് ഞാൻ ചൂടാക്കി ഇട്ടിരിക്കുകയാണ്. 5 മിനിറ്റ് നിങ്ങൾ ഇതുപോലെ ഉപ്പിട്ടിട്ട് അടച്ച് വെച്ച് 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ ചൂടാക്കി ഇടുക. എന്നതിന് ശേഷമാണ് ഈ ബാറ്റർ ഇറക്കി വെച്ചിട്ട് അടച്ച് വെച്ച് ഒരു 30 അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ് വരെ നമുക്ക് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം 30 മിനിറ്റിന് ശേഷമാണ് ഞാനിപ്പോൾ തുറന്നത്. 30 മിനിറ്റിന് ശേഷം നമുക്ക് കുറച്ച് ചെറി ഇതിൻ്റെ മുകളിലേക്ക് ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്ത ചെറിയാണിത്. ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. ഞാൻ ഒരു ചെറിയ ഡെക്കറേഷന് വേണ്ടിയിട്ടാണ് ചെറി വെച്ച് കൊടുത്തത്. ഇനി നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് 35 അല്ലെങ്കിൽ 40 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമ്മുടെ കേക്ക് റെഡിയായി. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ട് ഒന്ന് നോക്കാം. ഇതിൻ്റെ ഈ ടൂത്ത് പിക്കിൽ ഈ കേക്കിൻ്റെ അംശമൊന്നും പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ കേക്ക് റെഡിയായി എന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ കേക്ക് നല്ല പോലെ കംപ്ലീറ്റ് ചൂടാറുന്ന വരെ വെയിറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ കേക്ക് ഉണ്ടാക്കി അപ്പോൾ തന്നെ കഴിക്കരുത്, ഒട്ടും ടേസ്റ്റ് കാണത്തില്ല. ഒരു ദിവസമെങ്കിലും ഈ കേക്ക് അടച്ച് വെച്ചതിന് ശേഷം റൂം ടെമ്പറേച്ചറിൽ, വേറെ ഫ്രിഡ്ജിലൊന്നും അല്ല, റൂമിൽ തന്നെ എവിടെയെങ്കിലും അടച്ച് വെച്ചിട്ട് പിറ്റേന്ന് നിങ്ങൾ ഇതെടുത്ത് കഴിക്കുക. വളരെ ടേസ്റ്റി ആയിരിക്കും. ആ കേക്കിൻ്റെ ആ ഒരു ഫ്ലേവറും എല്ലാം അങ്ങ് മാറിപ്പോകും. നല്ല അടിപൊളി ടേസ്റ്റി ആയിരിക്കും നമ്മുടെ കേക്ക്. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ വൈകുന്നേരങ്ങളിലൊക്കെ ഉണ്ടാക്കി വെക്കുക. സന്ധ്യ സമയങ്ങളിലൊക്കെ ഉണ്ടാക്കി വെച്ചാൽ പിറ്റേന്ന് രാവിലെ നമ്മളത് എടുത്ത് കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റിയുമായിരിക്കും. അതുപോലെ ആ ഒരു ഫ്ലേവറും എല്ലാം കേക്കിൻ്റെ നല്ലൊരു ഫ്ലേവറും കിട്ടും. അപ്പോൾ അങ്ങനെയൊന്ന് ഇതുവരെ ട്രൈ ചെയ്യാത്തവർ ട്രൈ ചെയ്യുക. കേക്ക് എപ്പോഴും ഉണ്ടാക്കുമ്പോൾ ആ സമയത്ത് കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ഒട്ടും തന്നെ കിട്ടത്തില്ല. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. കാരണം വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കേക്ക് റെസിപ്പിയാണ്. അതും വീട്ടിലുള്ള സാധാരണ എല്ലാവർക്കും റെഡിയാക്കാൻ പറ്റുന്ന ഒരു വിധത്തിൽ തന്നെയാണ് ഞാൻ ഈ ഒരു റെസിപ്പി നിങ്ങളെ കാണിച്ചത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഞാൻ ഈ കേക്ക് നിങ്ങളെ ഒന്ന് കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാം. പിന്നെ ചിലവർ ചെയ്യുന്നത് കേക്ക് ബേക്ക് ചെയ്ത ഉടനെ തന്നെ അത് റീമോൾഡ് ചെയ്തെടുക്കാൻ നോക്കും. അങ്ങനെയൊന്നും ചെയ്യരുത്. കാരണം ചൂടാറിയതിന് ശേഷം നമുക്ക് ആ ടിന്നിൽ നിന്നും എടുത്താൽ ഇത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അല്ലെങ്കിൽ കേക്ക് അതിനകത്ത് കുറേ ഒട്ടിപ്പിടിച്ച് പോവാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടണിൽ അമർത്തി ഒരു ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫേസ്ബുക്ക്, വാട്സാപ്പ് വഴിയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി സഹായിക്കുക. കൂടാതെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ റെസിപ്പികൾക്കായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം.